ശിലയും ശലഭവും ഭാഗം 5 എഴുതിയത് സൂര്യകാന്തി. ആ വലിയ ഗ്ലാസ്സിലെ ആവി പറക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് നോക്കി ഒരു നിമിഷം അന്ന നിശ്ചലയായി നിന്നു. താൻ തുന്നിച്ചേർത്ത ആ പഴയ പാവാടയുടെ തുമ്പിൽ അവളുടെ വിരലുകൾ അമർന്നു. എന്നെ നോക്കി നിൽക്കുക കൊച്ചേ, ഇത് വേഗം കൊണ്ടു ചെന്ന് കൊടുക്ക്. കുഞ്ഞിന് ആഹാരം കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കുന്നത് പണ്ടേയുള്ള ശീലമാ. ഔതച്ചേടത്തിയുടെ തിരക്കുകൂട്ടിയുള്ള പറച്ചിൽ കേട്ട് അന്ന പതുക്കെ ചുവടുകൾ വെച്ചു. ഡൈനിങ് ഹാൾ പിന്നിട്ട് അവൾ പൂമുഖത്തേക്ക് നടന്നു. അവിടെ കല്ലൂർക്കാടൻ മാളികയുടെ പ്രതാപം വിളിച്ചോതുന്ന ആ വലിയ കസേരയിൽ ഡേവിഡ് ഇരിപ്പുണ്ടായിരുന്നു. മുന്നിലെ മേശപ്പുറത്തെ ഫയലുകൾക്കിടയിൽ അയാളുടെ കണ്ണുകൾ വ്യാപൃതമാണ്. പൂമുഖത്തെ കരിങ്കൽ തൂണുകളിലൂടെ അരിച്ചിറങ്ങുന്ന ഇളം വെയിൽ അയാളുടെ വെള്ള ജുബയിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. അന്ന ഭയത്തോടെ ഡേവിഡിന്റെ അരികിലെത്തി. കയ്യിലിരുന്ന ഗ്ലാസ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന അടുത്തെത്തിയിട്ടും ഡേവിഡ് മുഖമുയർത്തി നോക്കിയില്ല. വിളിക്കാനൊട്ട് അവൾക്ക് ധൈര്യവുമില്ല. ഇവിടെ വന്നിട്ട് അയാൾ അങ്ങനെ ഒച്ചയുയർത്തി സംസാരിക്കുന്നതോ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നത് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അയാളുടെ മുഖത്തെ ഗൗരവം കാണുമ്പോൾ, ആ നോട്ടത്തിലെ തീക്ഷ്ണത കാണുമ്പോൾ അന്നയ്ക്ക് വിറയ്ക്കും. അന്ന ആ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ ഡേവിഡ് ഫയലിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ കൈ നീട്ടി. അതോടെ അന്ന ഗ്ലാസ് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഡേവിഡിന്റെ വിരലുകൾ അറിയാതെ അന്നയുടെ വിരലുകളിൽ ഒന്ന് തട്ടി. ആ നിമിഷം ഷോക്കേറ്റതുപോലെ അന്ന കൈ പിൻവലിച്ചു. ആ തണുത്ത വിരലുകളുടെ സ്പർശനം അവളുടെ ഉള്ളിൽ ഒരു വിറയൽ പടർത്തി. ഡേവിഡ് പതുക്കെ തലയുയർത്തി. ആ തീക്ഷ്ണമായ കണ്ണുകൾ അവളുടെ മുഖത്ത് തറഞ്ഞു. നേരത്തെ കണ്ട ആ കണ്ണുനീർ തുള്ളികൾ ഉണങ്ങിയിരുന്നെങ്കിലും അവളുടെ കൺപീലികൾ വിറയ്ക്കുന്നത് അയാൾ കണ്ടു. കരച്ചിൽ നിർത്തിയോ? പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം കേട്ട് അന്ന ഞെട്ടിപ്പോയി. അവൾ മറുപടി പറയാതെ തല താഴ്ത്തി നിന്നു. ആരേലും എന്നതേലും പറയുമ്പോഴേക്കും അത് കേട്ട് കരയാനാണെങ്കിൽ ഇവിടെ നിനക്ക് പറ്റിയിടമല്ല കേട്ടോ. അയാളുടെ ശബ്ദം പരുക്കനായിരുന്നു. പക്ഷെ ആ വാക്കുകളിൽ ഒരു താക്കീത് എന്നതിലുപരി ഒരു ഉപദേശം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അന്നയ്ക്ക് തോന്നി. അവൾ പതുക്കെ ഒന്ന് മൂളി. പൊയ്ക്കോ. അയാൾ വീണ്ടും ഫയലുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അന്ന തിരിഞ്ഞു നടക്കുമ്പോൾ മാളികയുടെ ഗേറ്റ് കടന്ന് ഒരു വലിയ ചുവന്ന കാർ മുറ്റത്തെ ചരൽക്കല്ലുകൾ ചിതറിച്ചുകൊണ്ട് അതിവേഗത്തിൽ വന്നു നിന്നു. കാറിന്റെ ഹോൺ ശബ്ദം കേട്ടാവും അകത്തിരുന്ന എൽസയും റൂബിയും ആവേശത്തോടെ പുറത്തേക്ക് ഓടി വന്നു. ബെല്ല! തന്നെ കടന്നുപോയ എൽസയുടെ വിളി കേട്ട് അകത്തേക്ക് കയറിയ അന്ന വാതിലിന് മറവിൽ നിന്നൊന്ന് എത്തി നോക്കി. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അതിസുന്ദരിയായ ഒരു യുവതി പുറത്തേക്കിറങ്ങി. നല്ല ഉയരവും അതിനൊത്ത വണ്ണവുമായി കടഞ്ഞെടുത്തതുപോലെയുള്ള ഉടലഴക്. ആ പിങ്ക് സിൽക്ക് സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും അണിഞ്ഞ് കഴുത്തിൽ നേർത്തൊരു മാലയിൽ കൊരുത്ത ഡയമണ്ട് പെൻഡന്റും കാതുകളിൽ തിളങ്ങുന്ന വജ്ര നക്ഷത്രങ്ങളും. മറ്റു ചമയങ്ങളൊന്നുമില്ലാഞ്ഞിട്ടും ഒരു മാലാഖയെ പോലെ ശോഭിക്കുന്നൊരുവൾ. ചടുലമായ ചലനങ്ങളോടെയും പ്രസരിപ്പോടെയും ഇസബൽ പൂമുഖത്തേക്ക് കയറി വന്നു. ഓടിച്ചെന്ന് പുണർന്ന എൽസയെ തിരികെ പുണരുമ്പോഴും ഇസബലിന്റെ കണ്ണുകൾ കസേരയിൽ ഇരിക്കുന്നവന് നേരെയാണ്. വിരലുകൾക്കിടയിലിട്ട് കറക്കിക്കൊണ്ടിരുന്ന പേന ഫയലിന്റെ മുകളിലേക്ക് വെച്ച ഡേവിഡിന്റെ നോട്ടവും അവൾക്ക് നേരെ ആയിരുന്നു. എങ്കിലും അയാളുടെ മുഖത്തെ ഭാവം എന്തെന്ന് അന്നയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു മാത്ര ഇപ്പോൾ അവർ ഇരുവരുടെയും മനസ്സിൽ എന്തായിരിക്കുമെന്ന് അന്ന ഓർത്തുപോയി. അവരിപ്പോഴും പരസ്പരം പ്രണയിക്കുന്നുണ്ടാവുമോ? ഡേവിഡിനെ കണ്ടപ്പോൾ ഇസബലിന്റെ കണ്ണുകളിലെ തിളക്കം അന്നയ്ക്ക് മനസ്സിലായതാണ്. അവളെ കണ്ടപ്പോൾ ഡേവിഡ് സാറിന്റെ മുഖത്തെ സ്വതവേയുള്ള കടുപ്പവും ഒന്ന് കുറഞ്ഞിരുന്നില്ലേ? അന്നയ്ക്ക് സംശയമായി. ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അകമുറിയിൽ നിന്ന് എന്തെല്ലാമോ സംസാരിച്ചു കൊണ്ടുവരുന്ന സാറയുടെയും സംഘത്തിന്റെയും സംസാരം അന്നയുടെ കാതുകളിൽ പെട്ടത്. ധൃതിയിൽ തിരിഞ്ഞു നടന്നവൾ. എതിരെ വന്നവരിൽ മറ്റാരും അടുത്തുകൂടെ പോകുന്ന അന്നയെ ശ്രദ്ധിച്ചില്ലെങ്കിലും ലിയയിൽ നിന്നൊരു നേർത്ത ചിരി അന്നയ്ക്ക് കിട്ടി. തെല്ലൊരു പരിഭ്രമത്തോടെയൊന്നവൾ തിരികെ ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിളറിപ്പോയി. അപ്പോഴേക്കും അവർ അവളെ കടന്നു പോയിരുന്നു. അടുക്കളയിൽ തിരിച്ചെത്തിയപ്പോൾ അന്നയുടെ പരിഭ്രമം കണ്ട് ഔതച്ചേടത്തിക്ക് സംശയം തോന്നി. എന്നതാടി കൊച്ചേ, ഇത്രയും നേരം നീ അവിടെ ചെയ്തോണ്ടിരുന്നത്? വെള്ളം കൊണ്ടു കൊടുക്കാൻ ഇത്രയും സമയമോ? പച്ചക്കറി അരിയുന്നതിനിടയിൽ ഔതച്ചേടത്തി കടുപ്പത്തിൽ ചോദിച്ചു. അന്ന ആകെ പരിങ്ങിപ്പോയി.
ഇസബെല്ലിനെ കണ്ട് നോക്കി നിന്നതാണെന്ന് പറയാൻ പറ്റുമോ? അതവിടെ ആരാണ്ട് വന്നായിരുന്നു ചേട്ടത്തി. അവൾ മുക്കിയും മൂളിയും പറഞ്ഞൊപ്പിച്ചു. ഒന്ന് ഇരുത്തി മൂളി. പിന്നെ അധികം ചോദ്യങ്ങൾക്കൊന്നും നിൽക്കാതെ അവതച്ചേടത്തി അന്നയ്ക്ക് ചെയ്യാനുള്ള പണികളൊക്കെ വീതിച്ചു കൊടുത്തു. അല്പനേരം കഴിഞ്ഞ് ചേടത്തി വെളിയിലേക്ക് പോയ തക്കം നോക്കി മരിയ അന്നയുടെ അരികിലേക്ക് പതുങ്ങി വന്നു. ആ ഇസബൽ വന്നിട്ടുണ്ട് അല്ലേ അന്നേച്ചി? മരിയ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്നാ ഒരു ഭംഗിയാ അവരെ കാണാൻ. ഞാൻ നോക്കി നിന്നുപോയി. അന്ന അടക്കം പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഇസബലിന്റെ സൗന്ദര്യത്തോടും ആഢ്യത്വത്തോടുമുള്ള അത്ഭുതമായിരുന്നു. ഇവിടെയുള്ളവർക്കൊക്കെ അവളെ വലിയ കാര്യമാ. പക്ഷെ നമ്മുടെ വല്യമ്മച്ചിക്ക് മാത്രം അവളെ അത്ര പിടുത്തമില്ല. മരിയ പറഞ്ഞത് കേട്ട് അന്ന ആശ്ചര്യത്തോടെ അവളെ നോക്കി. അതെന്നാ? അന്നയുടെ ആ സംശയം ന്യായമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഇസബലിനെ കണ്ടിട്ട് അവളെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവും അന്നയ്ക്ക് തോന്നിയില്ല. ഇസബലിനെ തറവാട്ടിലെ മറ്റ് പെൺകുട്ടികൾ അത്രമേൽ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു കണ്ടപ്പോൾ അന്നയ്ക്ക് ഉള്ളിൽ നേരിയൊരു അസൂയ പോലും തോന്നിയിരുന്നു. അതെന്നാന്ന് എനിക്കും അറിയത്തില്ല ചേച്ചി. വല്യമ്മച്ചിക്ക് അവളെ പണ്ടേ അത്ര ഇഷ്ടമല്ല. കാരണം എന്നാന്ന് ആരോടും പറയത്തുമില്ല. മരിയ ഒരു നിഗൂഢതയോടെ പറഞ്ഞു. അവരുടെ സ്വഭാവം എങ്ങനെയാ മരിയെ? അന്നയുടെ ആകാംക്ഷ കൂടി. എന്നായാലും ഇവിടെയുള്ളതുങ്ങളെക്കാൾ ഒത്തിരി മെച്ചമാ. നമ്മൾ വേലക്കാരാണെന്ന തരംതിരിവൊന്നും പുള്ളിക്കാരി കാണിക്കത്തില്ല. എല്ലാവരോടും നല്ല സ്നേഹമാ. മരിയ ശബ്ദം പിന്നെയും താഴ്ത്തി. വല്യമ്മച്ചി വല്ലതും കുത്തിപ്പറഞ്ഞാലും അവര് ചിരിച്ചുകൊണ്ടേ മറുപടി പറയത്തുള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. അപ്പോൾ ഡേവിഡ് സാറോ? അന്ന തന്റെ ഉള്ളിലെ യഥാർത്ഥ സംശയം പുറത്തെടുത്തു. വളരെ താല്പര്യത്തോടെ അത് ചോദിക്കുന്ന അന്നയെ കണ്ടപ്പോൾ മരിയ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അന്നയൊന്ന് ചമ്മി. ഒരു കള്ളച്ചിരിയോടെ അവൾ തല താഴ്ത്തി. അവരെ അങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ വെറുതെ ഒന്ന് അറിയാൻ ഒരു ആഗ്രഹം. അന്ന ന്യായീകരിക്കാൻ ശ്രമിച്ചു. അത് മരിയയ്ക്കും മനസ്സിലാവും. ഡേവിഡ് സാർ ഇനി ഇസബലിനെ കെട്ടുമോ എന്ന് മരിയയും അവരെ ഒരുമിച്ച് കാണുമ്പോൾ ഇടയ്ക്കൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചിട്ടുണ്ട്. സാറിന് അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഉള്ളതായി തോന്നുന്നില്ല. അവരൊരുമിച്ചിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. മരിയ ശബ്ദം താഴ്ത്തി മുൻപോട്ടാഞ്ഞ് എന്തോ രഹസ്യം പറയും പോലെയാണ് ബാക്കി പറഞ്ഞത്. ഇടയ്ക്കൊക്കെ പുള്ളിക്കാരി സാറിന്റെ മുറിയിലോട്ടൊക്കെ കയറി പോകുന്നത് കാണാം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവര് തമ്മിൽ പഴയ ആ അടുപ്പം ഇപ്പോഴും ഉണ്ടെന്നാ. ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ ഡേവിഡ് അലക്സാണ്ടറിന്റെ മുറിയിലേക്ക് കയറി ചെല്ലാൻ അവകാശമുള്ള ഒരുവൾ അന്ന വെട്ടിക്കഴുകിയ മീനുമായി അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ അകത്തളത്തിൽ നിന്നും ആ പെൺപടകളുടെ ബഹളം കേൾക്കാമായിരുന്നു.